കൊല്ലം കോർപ്പറേഷനിൽ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്ന് നടക്കുന്നതാണ് വടക്കുഭാഗം ഡിവിഷൻ. വടക്കുഭാഗം ഡിവിഷനിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിലവിലെ മേയറായിട്ടുള്ള ഹണിയാണ്. ഹണിയോടൊപ്പം അത് തുറന്ന ജീപ്പിൽ ഈ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ, അതായത് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ എല്ലാം എത്തിക്കൊണ്ട് ഒരു ബൈക്ക് റാലി, ഒപ്പം തന്നെ തുറന്ന ജീപ്പിൽ പ്രവർത്തകരെ പരമാവധി അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനമെന്ന് പറയുന്നത് ഇതിലെ പ്രധാന വോട്ട് കേന്ദ്രങ്ങളൊന്നായ പുള്ളിക്കട കോളനിയിലേക്കാണ് ഇറങ്ങുന്നത്. വീണ്ടും ജനവിധി തേടുന്നു. തീർച്ചയായിട്ടും വീണ്ടും ജനവിധി തേടും. അതെ അതെ അതെ. പുള്ളിക്കട കോളനിയിലെ ജനങ്ങളെല്ലാം എന്നോടൊപ്പമാണ്. അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഞാൻ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ സമഗ്ര വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പുള്ളിക്കടക്കാരെന്നും എന്നോടൊപ്പം ഉണ്ട്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആവേശമുള്ള ഒരു അതെ 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 അതെ. ചിന്നക്കടയിലാണോ സമാപനം? അല്ലല്ല, പുള്ളിക്കടയിലാണ് സമാപനം. LDF ഒറ്റക്കെട്ടായി നിന്ന് വീണ്ടും ഭരണം, ഒറ്റക്കെട്ടായി നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തെ ഭരണത്തെക്കുറിച്ചുണ്ടാകും. നിലവിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത്. അതിനൊരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ആവേശത്തോടു കൂടെയാണ് ഈ റോഡ് ഷോയെ, കാരണം പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് വലിയ ആവേശത്തോടു കൂടെയാണ് ഈ റോഡ് ഷോയെ പ്രവർത്തകരാകെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പല ഭാഗത്തായാണ് ഈ റോഡ് ഷോകളെല്ലാം അവസാനിച്ച ഒരു കൊട്ടിക്കലാശം 6 മണിക്ക് തന്നെയാണ് പരസ്യപ്രചരണം അവസാനിക്കുന്ന സമയം വരെ ഉണ്ടാകുന്നത്. എന്തായാലും വോട്ടർമാരെ അവസാനവും ഒരു നോക്കൊന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ചുരുക്കത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് കൊല്ലത്തെ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും ഇപ്പോൾ ആയിരിക്കുന്നത്. ശരി, കൊല്ലം കാഴ്ചകളാണ് ലിജോ റോളൻസ് കാണിച്ചത്. വലിയ ആവേശത്തിൽ എല്ലാ പ്രതീക്ഷകളിലുമാണ് മുന്നണികൾ ഉള്ളത്. അവസാന മണിക്കൂറുകളിലേക്ക് 6 മണിയോടെ പരസ്യ പ്രചാരണത്തിന് അവസാനമാകും. 7 ജില്ലകളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇനി എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, എത്രത്തോളം ആവേശമുണ്ട് എറണാകുളത്തെ കൊട്ടിക്കലാശത്തിന്? അത് ഏറ്റവും ആഘോഷകരമാക്കുകയാണ് മുന്നണികൾ എല്ലാവരും തന്നെ. തങ്കരപ്പള്ളി ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 6 വാർഡുകളിൽ നിന്നായിട്ട് കുട്ടിക്കലാശത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. 6 വാർഡുകളിലെ പ്രചാരണം കുട്ടിക്കലാശത്തിൽ ബൈക്ക് റാലികളും മറ്റും തങ്കരപ്പള്ളി ജംഗ്ഷനിലേക്ക് വരുന്നു. അതിന്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈക്ക് റാലികളുടെ ലോറികളിൽ ആളുകൾ പ്രചാരണ പരിപാടികൾ നടത്തുന്നു. അങ്ങനെ
ലിഡിയാണ് എറണാകുളത്ത് നിന്നുള്ള കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ നൽകിയത്. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുനില, ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ എല്ലാ ആവേശത്തോടും കൂടിയുള്ള കൊട്ടിക്കലാശ കാഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു കാര്യങ്ങൾ. 7 ജില്ലകളും അതിൻ്റെതായ ആവേശത്തിൽ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്ത് വലിയ ആഘോഷമാണ്. പല പോയിന്റുകളിലും പല വാർഡ് അടിസ്ഥാനത്തിലും നടക്കുന്ന ആവേശ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? എത്രത്തോളം ആവേശമുണ്ട് അവസാന മിനിറ്റുകളിൽ കൊട്ടിക്കലാശത്തിന്?